ഹലോ ഗൈസ്, അപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കണം വെച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ ഒരു അടക്കപ്പായന്മാരുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളോട് വെട്ടിക്കാണ്ട് കുറേ അടക്കപ്പായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ നമ്മൾ പറിച്ചു തുടങ്ങി. പറിച്ചുകാണ്ട് എന്തെങ്കിലും കൂടി കൂട്ടിക്കാണ്ട് നമ്മൾ ഇപ്പിടെ വെച്ചുകൊണ്ട് എടുത്ത് വെച്ചു. അങ്ങനെ മുറ്റത്തെ പണിക്ക് നമ്മൾ മാത്രമല്ല, കുറച്ച് ബംഗാളികളും ഉണ്ടായിരുന്നു മുറ്റത്തെ പണിക്ക്. അപ്പോൾ ഇങ്ങനെ ഓൽക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ പിന്നെ ഇളഞ്ഞീനാണ് അറിഞ്ഞാണ്ട് കൊടുക്കുന്നതാണ് നമുക്ക് 2 തേങ്ങ. അങ്ങനെ നമ്മൾ പൊട്ടിച്ചു അങ്ങനെ ഏകദേശം അത് പൊട്ടി വന്ന് കുറേ അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ തുറക്കാൻ കിട്ടില്ല, അതൊക്കെ എടുക്കേണ്ടി വെള്ളം. അങ്ങനെ പിന്നെ നുണ ഇട്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കളഞ്ഞതാണ്, അല്ലാതെ അങ്ങ് പോയതല്ല കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ജ്യൂസിനുള്ള പരിപാടിയിലേക്ക് പോയി. അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് പോയി നോക്കിയപ്പോൾ അതിൽ കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് മാങ്ങ എടുത്ത് കുറച്ച് ഈത്തപ്പഴം എടുത്തു. അങ്ങനെ അത് നമ്മൾ ക്ലീൻ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് പോയി. അങ്ങനെ പിന്നെ തേങ്ങാ വെള്ളം കുറച്ച് ഒഴിച്ച് പിന്നെ അതിക്ക് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ മാങ്ങ കട്ട് ചെയ്ത മാങ്ങയും കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ ഇട്ടു. പാലില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് പാൽപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഒരേ അടി എൻ്റെ അടി കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അത് പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഏകദേശം അരിഞ്ഞു വന്ന് ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടാണ്. അങ്ങനെ പിന്നെ അതിൽ കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മധുരത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് നന്നാരി സർവത്ത് ഉണ്ടായിരുന്നു ബാക്കി, അതും കൂടി കൈക്ക് വെച്ച് മധുരം കുറച്ച് ബാലൻസ് ആക്കി വെച്ചു. അങ്ങനെ പിന്നെ പണിക്കാർക്കുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് അതിക്ക് നമ്മൾ എന്ത് ചെയ്ത് നേരെ ഒഴിച്ച് ഒന്നും നോക്കിയില്ല. അങ്ങനെ പിന്നെ ജ്യൂസ് കൊടുക്കണതിന് മുമ്പ് പണിയൊക്കെ ഒന്ന് പോയി നോക്കി. അങ്ങനെ പിന്നെ മതിന്മത്തെ പുല്ലൊക്കെ ഏകദേശമൊക്കെ പറിച്ച് വൃത്തിയാക്കി വെച്ചോണം. ഇതാണ് മെയിൻ മേസ്ത്രി. ഈ കൊണ്ട് വെറുതെ കണ്ട്രാക്ക് വിടാൻ തന്നെ ഉള്ളൂ, അല്ല പണിയെടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ജ്യൂസ് എത്തിൻ്റെ മുമ്പ് പിന്നെ കുറച്ച് ചായ ഒക്കെ എത്തിയില്ലല്ലോ, അത് നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ച് തീർന്നിക്കണം. അങ്ങനെ പിന്നെ എല്ലാ പണിക്കാരും വൈകിക്കാണ്ട് ക്ഷീണത്തിലിരുന്ന് ജ്യൂസ് കുടിച്ചാണ്. ജ്യൂസിൻ്റെ സ്വാദ് കൊണ്ട് മയങ്ങിക്കണം ഒന്നായിട്ട്. പിന്നെ നമ്മളെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ ബൈ.